നമസ്കാരം. ഈ പ്രപഞ്ചം ഒരു വലിയ പുസ്തകം പോലെയാണെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതിന് അതിന്റേതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ നിയമങ്ങൾ നമ്മൾ മനുഷ്യർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ശരി, നമുക്കൊരുമിച്ച് ഈ യാത്രയിലൊന്ന് കണ്ടുപിടിക്കാം. അപ്പോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, അല്ലേ? കോടിക്കണക്കിന് പ്രകാശവർഷം വലിപ്പമുള്ള ഒരിടം, നമുക്കൊരിക്കലും നേരിട്ട് ചെന്നെത്താൻ പോലും പറ്റാത്തൊരിടം. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഇതൊരു ഭയങ്കര വലിയ മിസ്റ്ററി സോൾവ് ചെയ്യുന്നതുപോലെ തന്നെയല്ലേ? ഈ വലിയ പ്രപഞ്ചരഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളുണ്ട്. അതാണ് ജ്യോതിശാസ്ത്രം. ഇത് വെറുതെ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുന്നത് മാത്രമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചമുണ്ടായ ആ നിമിഷം മുതൽ ഇന്നുവരെയുള്ള കഥയിലെ ഓരോ തെളിവുകളും നമ്മൾ പെറുക്കിയെടുക്കുന്നൊരു പണിയാണിത്. അപ്പോൾ ഈ പ്രപഞ്ചം ഒരു വലിയ ക്രൈം സീനാണെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എന്ന ഡിറ്റക്റ്റീവ്സ് ഉപയോഗിക്കുന്ന പ്രധാന രീതി എന്തായിരിക്കും? നമുക്കതിലേക്കൊന്ന് കടന്നു നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശാസ്ത്രം എന്ന് പറയുന്നത് കുറെ പുസ്തകങ്ങളിൽ എഴുതിവെച്ച കുറെ കാര്യങ്ങളല്ല. അതങ്ങനെ ഒരു കെട്ടിക്കിടക്കുന്ന ഒന്നല്ല. മറിച്ച് സത്യം കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരം തേടിയുമുള്ള ഒരു പ്രോസസ്സ്. ഇതാണ് ആ രീതിയുടെ ഒരു ബേസിക് ഐഡിയ. ഒരു ഡിറ്റക്റ്റീവ് തെളിവുകൾ ശേഖരിക്കുന്നത് പോലെ ശാസ്ത്രജ്ഞർ ആദ്യം എന്തു ചെയ്യും? ചുറ്റും നോക്കി കാര്യങ്ങൾ നിരീക്ഷിക്കും. അതിൽ നിന്ന് ഒരു ഏകദേശ ധാരണ, അതായത് ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ടോ ആ മോഡലിനെ വെച്ച് ഒരു തിയറി ഉണ്ടാക്കും. പിന്നെ ചുമ്മാതിരിക്കുകയല്ല, ആ തിയറി ശരിയാണോന്ന് വീണ്ടും വീണ്ടും പരീക്ഷിച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെയാണ് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ വെല്ലുവിളിയുള്ളത്. ഒരു കെമിസ്റ്റിന് ലാബിൽ പോയി ടെസ്റ്റ് ട്യൂബിൽ പരീക്ഷണം നടത്താം. പക്ഷെ ഒരു ആസ്ട്രോണമർക്ക് ഒരു നക്ഷത്രത്തെ എടുത്ത് ടെസ്റ്റ് ട്യൂബിലിടാൻ പറ്റുമോ? ഇല്ലല്ലോ. അവർക്ക് ദൂരെ നിന്ന് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനേ പറ്റൂ. അപ്പോൾ അവരുടെ പ്രധാന ഉപകരണം പരീക്ഷണശാലയല്ല, നിരീക്ഷണമാണ്. കണ്ടോ, ഇവിടെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ ശരിക്കും ഡിറ്റക്റ്റീവ്സ് ആകുന്നത്. ഒരു കുറ്റാന്വേഷകൻ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസ് തെളിയിക്കുന്നില്ലേ? അതുപോലെ ഇവർ ലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് എപ്പോഴോ നടന്ന സംഭവങ്ങളുടെ തെളിവുകളാണ് ഇന്നിവിടെ ഇരുന്ന് നോക്കിക്കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ പ്രപഞ്ചത്തിന്റെ ഭൂതകാലത്തിലേക്ക് നോക്കുന്ന ടൈം ട്രാവലിംഗ് ഡിറ്റക്റ്റീവ്സ് ആണ്. അപ്പോ അടുത്ത ചോദ്യം, വെറുതെ ദൂരെ നിന്ന് നോക്കിയിരുന്നാൽ മാത്രം എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതിന് പിന്നില് വലിയൊരു രഹസ്യമുണ്ട്. നമുക്ക് ആ രഹസ്യത്തിലേക്ക് വരാം. ഈ ഒരൊറ്റ കാര്യം, ഈ ഒരൊറ്റ തെളിവാണ് ജ്യോതിശാസ്ത്രമെന്ന ഈ പഠനശാഖയെ തന്നെ സാധ്യമാക്കിയത്. പ്രപഞ്ചമെന്ന ഈ വലിയ കളിയുടെ റൂൾ ബുക്ക് മനസ്സിലാക്കാനുള്ള മാസ്റ്റർ കീയാണിത്. ഇതാണ് ആ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. നമ്മളിവിടെ ഭൂമിയിൽ കണ്ടെത്തിയ ഫിസിക്സിന്റെ നിയമങ്ങളുണ്ടല്ലോ, ഗുരുത്വാകർഷണം, പ്രകാശത്തിന്റെ വേഗത, അങ്ങനെയുള്ളതെല്ലാം, അതൊക്കെ ഈ പ്രപഞ്ചത്തിൽ എവിടെ പോയാലും ഒരുപോലെയാണ്. അതിനൊരു മാറ്റവുമില്ല. ഇതത്ര നിസ്സാര കാര്യമല്ല കേട്ടോ. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മളിവിടെ ഒരു പന്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരുന്നില്ലേ? അതിനെ നിയന്ത്രിക്കുന്ന അതേ ഗ്രാവിറ്റിയുടെ നിയമങ്ങൾ തന്നെയാണ് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു നക്ഷത്രത്തിനെ അതിന്റെ ഭ്രമണപഥത്തിൽ നിർത്തുന്നതും. ഈയൊരു സാർവത്രിക നിയമമുള്ളതുകൊണ്ടാണ് നമുക്ക് ദൂരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ നിയമങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞോ? ശാസ്ത്രത്തിന്റെ കഥ ഇവിടെ തീർന്നോ? ഒരിക്കലുമില്ല. ഇതൊരിക്കലും അവസാനിക്കാത്ത ഒരു കഥയാണ്. ശാസ്ത്രം എന്നു പറയുന്നത് ഒരു ഫൈനൽ ആൻസർ അല്ല. അതൊരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയാണ്. ഓരോ പുതിയ കണ്ടെത്തൽ വരുമ്പോഴും നമ്മൾ ആ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ ആഴത്തിൽ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അറിവുകളും മാറിക്കൊണ്ടിരിക്കും, കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ. പണ്ട് ന്യൂട്ടന്റെ നിയമങ്ങൾ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷെ ഐൻസ്റ്റീൻ വന്നപ്പോൾ അതിലും നല്ലൊരു വിശദീകരണം തന്നു. ആ പുതിയ തിയറിയാണ് ബ്ലാക്ക് ഹോൾസ് പോലുള്ള വിചിത്രമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് പ്രവചിച്ചത്. പിന്നെ നമ്മളത് കണ്ടെത്തുകയും ചെയ്തു. കണ്ടില്ലേ, അറിവെങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്: ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, അങ്ങനെ നമുക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രപഞ്ചത്തിന്റെ ഈ നിയമപുസ്തകത്തിലെ അടുത്ത അധ്യായം എന്തായിരിക്കും? ശാസ്ത്രത്തിന്റെ ഈ കുറ്റാന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. അടുത്ത വലിയ കണ്ടെത്തൽ ഒരുപക്ഷേ അത് തൊട്ടരികിൽ തന്നെ ഉണ്ടാകാം.